കേരളത്തിൽ കപ്രിക്കാട് ഏരിയയിൽ കപ്രിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിന്റെ തീരത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കേരള ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള അഭയാരണ്യത്തിൽ ക്യാപ്റ്റിവിറ്റിയിൽ കിടക്കുന്ന പുള്ളിമാനുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു കൂട്ടം കാട്ടിലാണെങ്കിൽ കാണാൻ പറ്റില്ല. കാട്ടിലാണെങ്കിൽ ഇവർ കുറച്ചും കൂടെ വിജിലന്റ് ആയിരിക്കും. നമ്മൾ അവരെ തന്നെ നോക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ആ ഭാഗത്തുനിന്ന് മാറിപ്പോവാനും വഴിയുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും ഒത്തിരി സന്ദർശകർ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഇവർക്കത് ശീലമായി. പിന്നെ ഇതൊരു കൂടാണ്, സേഫാണ്, അതുകൊണ്ട് ഓടിപ്പോവാനും പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും. കാട്ടിൽ നിൽക്കുന്ന പുള്ളിമാൻ്റെ നേരത്തെ എടുത്തേക്കുന്ന ഫോട്ടോസ് ഉണ്ട്, പക്ഷെ വീഡിയോസ് എൻ്റെ കയ്യിലില്ല. അത് അവൈലബിൾ ആകുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഇവരുടെ ഒരു ഇംഗ്ലീഷിലുള്ള കോമൺ നെയിം എന്ന് പറയുന്നത് ചിതൽ, സ്പോട്ടഡ് ഡിയർ, ആക്സിസ് ഡിയർ എന്നൊക്കെയാണ്. മലയാളത്തിൽ ഇവരെ വിളിക്കുന്നത് പുള്ളിമാൻ എന്നാണ്, ഹിന്ദിയിൽ ചിതൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ പേരിൽ തന്നെയാണ് ഇംഗ്ലീഷിലും ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇവർ മമേലിയ ക്ലാസ്സിലെ സെർവിഡേ ഫാമിലിയിൽ പെടുന്ന ആക്സിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ആണ്. ഇവരുടെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ്. ഇവരെ USA ടെക്സാസും ഹവായിലും പിന്നെ ഓസ്ട്രേലിയ, അർജന്റീന, പിന്നെ അതുപോലെ തന്നെ വേറെ പല റീജിയൻസിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് മരങ്ങൾ ധാരാളമുള്ള കാടുകൾ. ഇവരുടെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരു പിങ്കിഷ് ബ്രൗൺ നിറത്തിൽ പുള്ളികൾ, വെള്ള പുള്ളികൾ നിറഞ്ഞ തോലും പിന്നെ 2.5 അടിയോളം നീളവുമുള്ള ഒരു സസ്യബുക്കാണ്. മരത്തിലുള്ള ഇലയൊക്കെ കഴിക്കാൻ നേരത്ത് തറയിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ നിൽക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഇവരുടെ ഒരു ഏകദേശ തൂക്കം എന്ന് പറയുന്നത് ഒരു 85 കിലോയോളം വരും. ആൺമാനുകൾക്ക് പെൺമാനുകളെക്കായും വെയിറ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ ഒരു 8 മുതൽ 14 വർഷം വരെയാണ് ഇവരുടെ ഒരു ജീവിത കാലയളവ്. തുറസായ പുൽമേടുകളിലും അർത്ഥനിത്യഹരിത വനങ്ങളിലും കൂട്ടമായാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവയെ കൂടുതൽ എണ്ണത്തിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ വനാന്തരങ്ങളിൽ നീളമുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും സുലഭമായ പ്രദേശങ്ങളിലാണ്. കുറുക്കൻ, പുലി, കടുവ, സിംഹം എന്നിവ ആണ് ഇവരെ പ്രധാനമായും വേട്ടയാടുന്നത്. ഇവ ഈ വേട്ടക്കാരിൽ നിന്നും ഓടിയാണ് രക്ഷപ്പെടുന്നത്. ഏകദേശം ഒരു 65 km/h സ്പീഡിൽ ഇവർക്ക് ഓടാൻ കഴിയും കേട്ടോ. ഇനി ഇവരുടെ ഒരു ഡയറ്റ് ആൻഡ് ഫീഡിംഗ് ബിഹേവിയറിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇവർ മെയിനായിട്ട് ഹെർബിവോറസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കൂടുതലായിട്ടും പുല്ല്, പിന്നെ മരത്തിൽ നിന്ന് വീഴുന്ന പഴങ്ങൾ, ഇലകൾ, അതുപോലെ തന്നെ ഈ ചെറിയ ചെടികളുടെ തണ്ടുകളൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ലംഗൂസ് അല്ലെങ്കിൽ ഹനുമാൻ കുരങ്ങുകളുള്ള ഏരിയാസിൽ കൂടുതലായിട്ടും ഇവരെ കണ്ടുവരാറുണ്ട്. അതിൻ്റെ ഈ കുരങ്ങുകൾ വഴി താഴെ വീഴുന്ന പഴങ്ങൾ കഴിക്കുന്നതിനായിട്ടാണ്. ഇനി ഇവരുടെ ഒരു ലൈഫ് സൈക്കിളിലേക്ക് വരാം. ഇവരുടെ ഒരു മേറ്റിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഇയർ അറൗണ്ട് ആണ്, ഫുൾ ഇയർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രസവ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7.5 മാസം വരെയാണ്. ഒരു പ്രസവത്തിൽ സാധാരണമായി ഒരു കുഞ്ഞാണ് ഉണ്ടാവുക, മാക്സിമം ഒരു ട്വിൻസ് വരെ ഉണ്ടാവും. ഈ കുഞ്ഞിനെ ഇംഗ്ലീഷിൽ ഫോൺസ് എന്നാണ് വിളിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ദേഹത്തും വെള്ള പുള്ളികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ജനിച്ച് വീണ് മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ സാധിക്കും. ഈ പുള്ളിമാനുകൾക്ക് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. അതായത് ഇവരുടെ ഒരു ഫീമെയിലിനെയും മെയിലിനെയും കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മെയിൽസ് ഫീമെയിൽസിനേക്കാളും വലുതായിരിക്കും. അതുപോലെ തന്നെ കൊമ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ കൊമ്പുകളുള്ള മാനുകളൊക്കെ തന്നെ മെയിൽസ് ആണ്. ഫീമെയിൽസ് ചെറിയവരായിരിക്കും, ലീൻ ആയിരിക്കും, അതുപോലെ കൊമ്പുകളും ഉണ്ടാവത്തില്ല. ഈ മെയിൽസിന്റെ കൊമ്പുകൾ വർഷാവർഷം പോയി പുതിയത് വരും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന ചില മാനുകൾക്ക് ഈ കൊമ്പ് വളരുന്നത് പോലെ കാണുന്നത്. അവരുടെ പഴയ കൊമ്പ് പോയിട്ട് പുതിയത് മുളച്ചു വരുന്നതാണ്. ഇവരുടെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ IUCNൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇവർ. പിന്നെ ഈ മാനുകളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ള ഗവൺമെന്റ് റൂൾ ഉള്ളതുകൊണ്ട് തന്നെ പോച്ചിങ്, അതായത് മനുഷ്യർ വഴിയുള്ള നായാട്ടുകൾ കുറവുണ്ട്. എന്നിരുന്നാലും ഈ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഒരു ലോങ് ടേം ത്രെറ്റ് തന്നെയാണ് ഇവരുടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യാനുള്ളത്. ഇവരുടെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ജനറലി മാനുകൾ തന്നെ ഫുഡ് ചെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. കാരണം അതൊന്ന് ഒരു പ്രേ സ്പീഷീസ് ആണ്. അതായത് മറ്റ് ജീവികൾക്ക്, കാർണിവോർ ജീവികൾക്ക് വേട്ടയാടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് ഈ മാന്. ഇവർ ഈ പുല്ലിൻ്റെ വളർച്ച, കാടുകളിലുള്ള ഈ പുല്ലിൻ്റെ വളർച്ച കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതുപോലെ തന്നെ പല ചെടികളുടെയും സീഡ് ഡിസ്പേഴ്സലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇതിൻ്റെ ഒരു പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുവിധമുള്ള എല്ലാ കാർണിവേഴ്സും ഇവരെ ഹണ്ട് ചെയ്യാറുണ്ട്. ഇവരുടെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല സ്പീഡിൽ ഓടുന്നത് നല്ല സിക്സാക് മോഷനിൽ 65 km/h സ്പീഡിലായതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും. ഇവരുടെ കൂട്ടത്തിൽ, അതായത് ഹേർഡിൽ എന്തെങ്കിലും ഒരു അനക്കം അടുത്തൊന്നോ എവിടെന്നെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവർ നല്ല വിജിലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവർ സിഗ്നൽ കൊടുക്കും. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടം മൊത്തം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. നേരത്തെ നമ്മൾ ഹനുമാൻ കുരങ്ങുകളും ഈ മാനുകളും തമ്മിലൊരു ചെറിയ ആത്മബന്ധം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവർക്ക് മരത്തിൽ നിന്നുള്ള ഫ്രൂട്ട്സ് പറിച്ചു കൊടുക്കുക മാത്രമല്ല, ഇവരെ രക്ഷപ്പെടാനുള്ള സഹായിയായും ഹനുമാൻ കുരങ്ങുകൾ വരാറുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കടുവയോ പുലിയോ പെട്ടെന്ന് ഹനുമാൻ കുരങ്ങുകൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഒച്ച വെച്ചിട്ട് ഇവർ ഓടി രക്ഷപ്പെടാറുമുണ്ട്. അങ്ങനെ ഒരു ഇന്റർ സ്പീഷീസ് കോർപ്പറേഷൻ തന്നെ ഇവർ തമ്മിലുണ്ട്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫോൾക്ലോർ, അതായത് നാടോടി കഥകളിലും അമ്പലങ്ങളിലെ കൊത്തുപണികളിലും പിന്നെ ഫോറസ്റ്റ് മിത്തോളജിയിലും എപ്പിക്കിലും
വരെ, രാമായണം പോലുള്ള എപ്പിക്കിൽ വരെയും ഇവരെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിമാൻ എന്ന് പേരുള്ള മലയാളത്തിലൊരു സിനിമ തന്നെയുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളിലും കഥകളിലും കവിതകളിലും ഒക്കെ ഇഷ്ടംമാതിരി ഫീച്ചർ ചെയ്തേക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഈ പുള്ളിമാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുള്ളിമാനിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.